ഹെയർ ഫോൾ വരാൻ കുറച്ച് കാരണങ്ങളുണ്ട്. അത് ആളുകൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ അവർ അത് കുറേയൊക്കെ അവർക്ക് അത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഇപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ യൂട്യൂബിലും വീഡിയോസിലും അങ്ങനെ കുറേ സ്ഥലത്ത് ഇവർ മിനോക്സിഡിൽ അത് ഇതെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്യുക വെച്ചാൽ ഇവർക്ക് ജസ്റ്റ് 20 വയസ്സ് 22 വയസ്സാകുമ്പോൾ ഹെയർ ഫോൾ തുടങ്ങുമ്പോൾ ഇവർ അപ്പം തന്നെ പോയി ഓവർ ദ കൗണ്ടർ പോയിട്ട് മിനോക്സിഡിൽ വാങ്ങി യൂസ് ചെയ്ത് തലയിൽ തേക്കും. അപ്പോൾ അവർക്ക് റിസൾട്ട് ഉണ്ടാവും. കുറച്ച് കഴിഞ്ഞാൽ നിർത്തി കഴിഞ്ഞാൽ കൊഴിഞ്ഞു പോകും. അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ 20-25 വയസ്സിൽ ഹെയർ ഫോൾ ഉണ്ടാവും. ആക്ച്വലി ദാറ്റ് ഈസ് ഷെഡിങ് ഫേസ് ഒരു വർഷത്തിൽ ഒരു 3 മാസം അല്ലെങ്കിൽ 2 മാസം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവുന്ന, എസ്പെഷ്യലി ഇൻ ദ ഏജ് ഓഫ് 20 to 25 അത് ഉണ്ടാവും. അതിലൊന്നും ചെയ്യേണ്ട. ഇറ്റ് വിൽ ഗ്രോ ബാക്ക്. അത് തിരക്ക് പിടിച്ച് പോയി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു ഗ്രോ ബാക്ക്. ഇനിയിപ്പോൾ അത് ഗ്രോ ബാക്ക് ആവണില്ല, നിങ്ങൾക്ക് പേടിക്കേണ്ട സിറ്റുവേഷൻ ആണെന്ന് അറിയാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് വലിച്ചു നോക്കുക. 6 മുടീൻ്റെ മുകളിലുണ്ടോ നോക്കുക. ഇവിടുന്ന് വലിക്കുക. 6 മുടീൻ്റെ മുകളിലുണ്ടോ നോക്കുക. വലിക്കുക. 6ൻ്റെ മുകളിലുണ്ടോ നോക്കുക. അങ്ങനെ 3 സ്ഥലത്തൊന്നും ഉണ്ടെങ്കിൽ മാത്രം അത് അലോപേഷ്യ ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ. സോ ഞാനിപ്പോൾ ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്ന ആളാണ്. എനിക്കിപ്പോൾ വീട്ടിൽ നിന്ന് മാറി നിന്നേ പിന്നെയാണ് ഈ മുടി ഇങ്ങനെ ഭയങ്കര ഹെയർലെസ്. അപ്പം നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷൻ അടിക്കും മുടി കുഴിച്ച്. അപ്പോൾ ശരിക്കും ഇതിങ്ങനെ ഈ ഒരു ഏജിൽ അങ്ങനെ ടെൻഷൻ അടിക്കുന്ന ആവശ്യമില്ല എന്ന് മാത്രമല്ല, ഈ ഒരു ഏജിൽ യൂഷ്വലി പെൺകുട്ടികൾക്ക് അവർക്ക് വിറ്റാമിൻ ഡി കുറവാവാൻ ചാൻസ് ഉണ്ട്. എസ്പെഷ്യലി ആൺകുട്ടികൾക്കും ഈ വിറ്റാമിൻ ഡി കുറഞ്ഞാൽ വളരെയധികം ഹെയറിനെ ബാധിക്കുന്ന ഒരു സാധനമാണ് വിറ്റാമിൻ D3 എസ്പെഷ്യലി. അപ്പോൾ വിറ്റാമിൻ ഡി ഒരു ഹെയർ ഫോൾ നിങ്ങൾക്ക് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു 2 മാസം വെയിറ്റ് ചെയ്യുക. ഒരു കുഴപ്പമില്ല, കുറച്ച് കഴിഞ്ഞാൽ നോർമലി വന്നു എന്നുണ്ടെങ്കിൽ ഒന്നും ചെയ്യണ്ട. ഈ 2 മാസമായിട്ടും നിൽക്കണില്ല എന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആദ്യം പോയിട്ട് ഡോക്ടറെ കാണിക്കുക. ഇനിയിപ്പോൾ അഥവാ ഡോക്ടറെ കാണിക്കണില്ല എന്നാണെങ്കിൽ ഒന്ന് വിറ്റാമിൻ ഡി എങ്കിലും ടെസ്റ്റ് ചെയ്യുക. വിറ്റാമിൻ ഡി ടെസ്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ തൈറോയ്ഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യുക. TSH ടെസ്റ്റ് ചെയ്യുക. ഈ ഒരു ഏജിൽ എല്ലാവർക്കും വരുന്നതാണ്. ലേഡീസിന് ഒരു കാര്യം കൂടി എക്സ്ട്രാ ചെക്ക് ചെയ്യണം. PCOD ഉണ്ടോ എന്നും കൂടി നോക്കാം. ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും, ട്രിഗർ ചെയ്യും. പിന്നെ പറയുകയാണെങ്കിൽ ചില ആളുകൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ ജിമ്മിൽ പോകുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ പാറ്റേൺ ഓഫ് കഷണ്ടി നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. അവർക്ക് ഇവിടെയാണ് കൂടുതൽ കഷണ്ടി ആവുക. ഇങ്ങനെ കയറുന്നതിന് പകരം ഞാൻ പറയണ എല്ലാവർക്കും ഇങ്ങനെയാണെന്നല്ല, അധികം ആളുകൾക്ക് ഇവിടെയാണ് വരിക. അത് സെൻട്രിപിറ്റലായിട്ട്. എന്തുകൊണ്ടാ വെച്ചാൽ ജിമ്മിൽ പോണ ആൾക്കാർ കൂടുതലും മുട്ട കഴിക്കും, എഗ്ഗ്. ഈ എഗ്ഗ് നല്ലതാണ്. ഇറ്റ് ഈസ് എ വെരി ഗുഡ് സോഴ്സ് ഓഫ് ബയോട്ടിൻ, എവരിതിങ്. That's true. But at the same time, raw egg or half-boiled egg or even boiled egg, അല്ല അവിഡിൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട്. ഈ അവിഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ എഗ്ഗ് നമ്മൾ കഴിക്കുന്നതിൻ്റെ കൂടെ ബയോട്ടിനോ അല്ലെങ്കിൽ ബയോട്ടിൻ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ബയോട്ടിൻ നമ്മൾക്ക് ഏറ്റവും മുടിക്ക് ആവശ്യമുള്ള വൈറ്റമിനാണ് ബയോട്ടിൻ. ഈ ബയോട്ടിൻ പോയി ബൈൻഡ് ചെയ്യേണ്ട റിസപ്റ്ററിൽ ഈ അവിഡിൻ പോയി ബൈൻഡ് ചെയ്യും. അപ്പോൾ ബയോട്ടിനെ അവിടെ ആക്ച്വലി ബൈൻഡ് ചെയ്യാൻ സ്ഥലമില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ സപ്ലിമെൻറ്റ്സ് എടുത്തിട്ട് കാര്യമില്ലാതെ. അതുകൊണ്ട് ഒന്നാമത് കുറേ മുട്ട കഴിക്കുമ്പോൾ ബോഡിയിൽ ബയോട്ടിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുട്ടേൻ്റെ അവിടെയും പോയിട്ട് ബൈൻഡ് ചെയ്യും, എസ്പെഷ്യലി ബോയിൽഡ്. അതിന് പകരം നിങ്ങൾ മറ്റേതാക്കി കഴിച്ചാൽ മതി. ഫ്രൈ ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ആ ഹീറ്റിൽ ഇത് പ്രോട്ടീൻ ആണല്ലോ, പൊട്ടിപ്പോയി ഡീഗ്രേഡ് ആയി പോയിക്കോളും. അതൊരു ഫാക്റ്റാണ്. പിന്നെ വേറെ കുറേ അങ്ങനത്തെ ആളുകൾക്ക് ഈ നട്ട്സ് കൂടുതൽ കഴിക്കാൻ പാടില്ല. സെലേനിയം എന്ന് പറയുന്ന സാധനം ഇപ്പോഴത്തെ എല്ലാ നട്ട്സിലും ഉണ്ട്. സെലേനിയം കൂടിയാലും മുടി ഒഴിയും, കുറഞ്ഞാലും മുടി ഒഴിയും. അങ്ങനത്തെ ഒരു സാധനമാണ് സെലേനിയം. അപ്പോൾ അതൊന്നും ആരും ശ്രദ്ധിക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, ടെൻഷൻ അല്ലെങ്കിൽ ഉറക്കക്കുറവ് ഭയങ്കര ഫാക്ടറാണ്. ഗ്രേയിങ്ങിനും ഭയങ്കര ഫാക്ടറാണ്. അതേപോലെ ഹെയർ ഫോളിനും ഏറ്റവും വലിയ ഫാക്ടറാണ് ഈ ടെൻഷൻ. അതേപോലെ കറക്റ്റ് ടൈമിന് ഉറങ്ങാതിരിക്കുക. അതായത് നിങ്ങൾ എല്ലാ ദിവസവും ചിലപ്പോൾ ഒരു 5 മണിക്കൂർ ഉറങ്ങുന്നുണ്ടാവും. അതല്ല, നമ്മൾക്ക് സ്ലീപ്പ് വെയ്ക്ക് സൈക്കിൾ കറക്റ്റ് ആയിരിക്കണം. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയൊക്കെ കുറേ ഉണ്ട്. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് തലയിൽ ഈ ആൾക്കാർ ഭയങ്കരമായിട്ട് ഈ എന്താ പറയുക സ്ട്രെയിറ്റനിങ് അങ്ങനെയൊക്കെ ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഡാമേജ് ആക്കി പോകാറുണ്ട്. പിന്നെ ഹെൽമെറ്റ് യൂസിലൊരു ഇമ്പോർട്ടൻറ്റ് ഇതാണ്. അതിന് ഹെൽമെറ്റ് യൂസ് ചെയ്യുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ മൈക്രോ ഫൈബർ ക്ലോത്ത് തലയിൽ വെക്കുക, എന്നിട്ട് ഹെൽമെറ്റ് വെക്കുക. അതാകുമ്പോൾ ആ ഒരു പ്രഷർ ഉണ്ടാവും. ഇതെന്ന് വെച്ചാൽ ഒരു ഹെൽമെറ്റ് എന്ന് പറഞ്ഞ ഒരു റൗണ്ട് ആയിട്ടുള്ള സാധനമാണ്, ബ്ലാക്ക് കളറുമാണ്. ഹീറ്റ് കൂടുതൽ അബ്സോർബ് ചെയ്യും. അപ്പോൾ ആക്ച്വലി നമ്മൾ +2 പഠിച്ച ഒരു ഗോസ് തിയറം എന്ന് പറഞ്ഞ തിയറുണ്ട്, ഒരു സ്പിയറിൻ്റെ ഉള്ളിൽ ഹീറ്റ്. അപ്പോൾ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് ഓഫ് ഹീറ്റ് പാസ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ ഇങ്ങനെ കഷണ്ടി ആവും. അതിന് പകരം അവിടെ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസുലേഷനാണ്, ഇൻസുലേറ്റ് പോയിക്കോളും. ചിലപ്പോൾ നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് ശ്രദ്ധിക്കേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അതായത് വെയിലത്ത് ഇറങ്ങരുത് അങ്ങനെയൊക്കെ ഉണ്ട്.
ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ വാട്ടർ, വെള്ളം, യൂസ് ചെയ്യുന്ന വെള്ളം തലയിൽ ഒഴിക്കുന്നത്. നിങ്ങൾ ഇപ്പോൾ അത് ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് വെള്ളത്തിൽ. എന്താ വെച്ചാൽ ഈ വെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലത്തുമൊക്കെയാണ് പോകുന്നതൊക്കെ, കോളേജിൽ പോകുമ്പോഴും വെള്ളത്തിനൊക്കെ മാറ്റം വരും. എസ്പെഷ്യലി നമ്മൾ കർണാടകയിലൊക്കെ പോകുകയാണെങ്കിൽ ഹാർഡ് വാട്ടർ ആയിരിക്കും കൂടുതലുണ്ടാവുക. അതിനെന്താ ചെയ്യേണ്ടത് വെച്ചാൽ 3-4 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, നിങ്ങൾക്ക് ആലം എന്ന് പറയുന്ന സാധനം വാങ്ങാൻ കിട്ടും, ഫിറ്റ്കരി എന്ന് പറയും. അതെന്താ വെച്ചാൽ നമ്മൾ ഈ ബാർബർ ഷോപ്പിലൊക്കെ ഒരു വെള്ളാരം കല്ല് പോലത്തെ സാധനം, അതിൻ്റെ ബോൾസ് വാങ്ങാൻ കിട്ടും. അതിൻ്റെ ബോൾസ് ഒരു ബക്കറ്റ് വെള്ളത്തിൽ ജസ്റ്റ് തലേദിവസം ഇട്ട് വയ്ക്കുക. അത് ഡീക്ലോറിനേറ്റ് ചെയ്യും, ഹാർഡ് വാട്ടറിനെ ബ്രേക്ക് ചെയ്യും, സോഫ്റ്റ് വാട്ടറാക്കി മാറ്റും. അത് അങ്ങനെ എന്നിട്ട് ആ വെള്ളം നമുക്ക് തലയിൽ യൂസ് ചെയ്യാം. ഡെയിലി അത് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് വാങ്ങണം, എല്ലാ ദിവസവും ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിൽ ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ചെറുനാരങ്ങ ജസ്റ്റ് ഒരു ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വയ്ക്കുക. അതിലുള്ള സിട്രിക് ആസിഡും അസിറ്റിക് ആസിഡും എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ ഈ ക്ലോറിനായിട്ട് ബൈൻഡ് ചെയ്തിട്ട് ഡീക്ലോറിനേഷൻ നടക്കും. അങ്ങനെ നമുക്ക് ആ ഹാർഡ് വാട്ടറിലുള്ള ക്ലോറിനും പാർട്ടിക്കിൾസ് എല്ലാം റിമൂവ് ആക്കാൻ പറ്റും. അതൊരു ഫാക്ടറാണ്. ഇതൊക്കെ ശരിക്കും പ്രവാസികൾ യൂഷ്വലി ചെയ്യേണ്ട കാര്യമാണ്, ഗൾഫിലൊക്കെ ഉള്ള ആളുകൾ. കാരണം അവർക്ക് മെയിനായിട്ട് പോകുന്നത് വെള്ളം കാരണമാണ്. അവരിത് ചെയ്യുന്നില്ല, ഇത് അവർക്ക് അറിയൂല, ആരും പറഞ്ഞു കൊടുക്കുന്നില്ല. പിന്നെ ഒന്നും വേണ്ട, നിങ്ങൾ തലേ ദിവസം പിടിച്ച് വെള്ളം അനക്കാതെ വെച്ചാൽ മതി. അങ്ങനെയും ഒരു 70 to 60 to 70% അപ്പോൾ ക്ലിയർ ആവും. ഡയറക്റ്റ് ആയിട്ട് അതായത് ഒരു ഡെപ്പോസിറ്റ് സെഡിമെന്റ് ആയി കിടക്കും. കുറേയൊക്കെ ഹാർഡാണല്ലോ വാട്ടർ, അപ്പോൾ ജസ്റ്റ് അടിയിൽ പോയി കിടക്കും അതിൻ്റെ പാർട്ടിക്കിൾസ്. മുകളിൽ ടോപ്പ് എടുത്ത് കുടിക്കുക. പിന്നെ അതൊന്നും വേണ്ട, ഒരു 1000 രൂപ മുടക്കി നമുക്ക് 12 സ്റ്റേജ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഫിൽറ്റർ കിട്ടും. അത് നമുക്ക് ഡയറക്റ്റ് പൈപ്പിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഷവറിലോ കണക്ട് ചെയ്യാം. നല്ല അടിപൊളി വെള്ളമായിട്ട് വരും. അത് മാസം മാസം മാറ്റേണ്ടി വരും എന്ന് പറയും. ഒരു 1000 രൂപ മാസം ചിലവാക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇതിൻ്റെ ഒന്നും ബുദ്ധിമുട്ടില്ല. അങ്ങനെ സാറ് നേരത്തെ പറഞ്ഞു ഇതിന് സൈഡ് എഫക്ട്സ് തീരെ ഇല്ലെന്ന്. പക്ഷെ എനിക്കത് വിശ്വസിക്കാൻ സൈഡ് എഫക്ട്സ് തീരെ ഇല്ല എന്ന് പറയണത് എന്താ വെച്ചാൽ നമ്മൾക്ക് ഇതിനൊരു എന്താ പറയുക അനാഫൈലാക്സിസോ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ, അലർജിക് റിയാക്ഷൻസ് വരണില്ല. കാരണം അലർജിക് റിയാക്ഷൻസ് വരാത്ത എന്താ വെച്ചാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം ഓർഗാനിക് ആയിട്ടുള്ള സാധനമാണ് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ബ്ലഡ് കറക്റ്റായിട്ട് ടെസ്റ്റ് ചെയ്ത് അവർക്ക് ഈസ്നോഫിലോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ചെയ്യുക. പക്ഷേ മൂന്നാമത്തെ കാര്യം പെയിൻ ഇതിന് PRPനേക്കാളും GFCനേക്കാളും കൂടുതലാണ്. അതായത് അറ്റ് ദ ടൈം ഓഫ് ചെയ്യുന്ന സമയത്ത് നല്ല പെയിൻ ഉണ്ടാവും, അത്യാവശ്യം നല്ല വേദന ഉണ്ടാവും. അതിപ്പോൾ നമ്മള് മറ്റേ ലിഗ്നോകൈൻ വെച്ചിട്ട് ഇഞ്ചക്ഷൻ തരിപ്പിക്കും, എന്നാൽ പോലും കുറച്ച് വേദന ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും. അതെ, ആ വേദന സഹിച്ചാൽ മുടി വരും. കുറച്ചൊന്നും ഇല്ലാതെ നേടാൻ പറ്റില്ലല്ലോ എന്തെങ്കിലുമൊക്കെ. അങ്ങനെ ഒരു ഇതുണ്ട്. അത് പിന്നെ സൈഡ് എഫക്റ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ നമുക്ക് നീരിറങ്ങാൻ ചാൻസ് ഉണ്ട്. ഈ നമ്മൾ അടുപ്പിച്ച് ചെയ്യുമ്പോൾ ചില ആളുകൾക്ക് ഈ കൈലാന്ന് പറയും, നമുക്ക് ഈ ലിംഫ് നോഡ്, അത് ജസ്റ്റ് 2-3 ദിവസം ചിലപ്പോൾ ഒന്ന് ബൾജായിട്ട് ഇരിക്കും. വളരെ റെയറായിട്ട്. അല്ലാതെ ഞാൻ ഇത് പറയുന്നത് ആക്ച്വലി ഒരു തിയറിറ്റിക്കൽ ബേസിലല്ല, ഫ്രം മൈ എക്സ്പീരിയൻസ് ഐ എം ടെല്ലിങ് ഫ്രം എവരിതിങ് ഐ എം ടെല്ലിങ് ഫ്രം മൈ എക്സ്പീരിയൻസ്. ദാറ്റ്സ് ദ തിങ്. ലൈക്ക് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് ഞാനിപ്പോൾ പറയുന്നത്, ഞാനിപ്പോൾ എല്ലാവരോടും ഇത് എടുക്കണം അതിന് പകരം എന്നല്ല പറയുന്നത്. ഓൾവേസ് ട്രാൻസ്പ്ലാന്റേഷൻ ഈസ് മച്ച് സുപ്പീരിയർ ദാൻ ദിസ്, ഡെഫിനറ്റ്ലി. ബിക്കോസ് ട്രാൻസ്പ്ലാന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ലൈൻ കറക്റ്റായിട്ട് കിട്ടും. ബട്ട് ഇഫ് അറ്റ് ഓൾ യു ആർ ഹാവിങ് മണി ഷോർട്ടേജ്, അല്ലെങ്കിൽ ഇഫ് അറ്റ് ഓൾ നിങ്ങൾ യങ് ആണ്, വെറുതെ ഇപ്പം തന്നെ പോയി ട്രാൻസ്പ്ലാന്റ് ചെയ്ത് മീൻസ് നല്ല സ്ഥലത്തു നിന്നൊന്നും ചെയ്തില്ലെങ്കിൽ ആകെ കൊളാവും. പിന്നെ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആ ഹെയറിനെ പറ്റി ആലോചിച്ച് സങ്കടപ്പെടേണ്ടി വരും. നല്ല സ്ഥലത്ത് നിന്ന് ചെയ്യണമെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. പക്ഷെ എങ്കിൽ പോലും നിങ്ങളൊരു 40 ഇയേഴ്സിൻ്റെ ഉള്ളിൽ അത് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ഇത് ചെയ്യുകയാണെങ്കിൽ, ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല, ഇത് ചെയ്യുകയാണെങ്കിലുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞാൽ, നമ്മളിത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 സിറ്റിംഗ് ഒരു ബൂസ്റ്റർ കൊടുക്കുക. ഈ 2 സിറ്റിംഗ് ഒരു ബൂസ്റ്ററും കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് വെറും 1000 രൂപ, SCT ചെയ്ത ആളുകളാണെങ്കിൽ വെറും 1000 രൂപ ഉണ്ടെങ്കിൽ എല്ലാ വർഷവും ഇവർക്ക് വന്ന് ബൂസ്റ്റ് ഒരു ഡോസ് എടുക്കാൻ പറ്റും. അത് മാത്രം മതി, ലൈഫ് ലോങ്. ഓക്കെ, ഞാൻ ചോദിക്കാൻ വരുന്നത് ഇത് പിന്നെ റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ആക്ച്വലി. ഇനിയിപ്പോൾ ഇഫ് അറ്റ് ഓൾ അവർക്ക് മുടി ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം, ഇപ്പോൾ 2 കൊല്ലം കഴിഞ്ഞിട്ട് മുടി ഒഴിച്ചിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ ജസ്റ്റ് വരെ ബൂസ്റ്റർ എടുക്കുക, 1000 രൂപ ചിലവാവുള്ളൂ, കഴിഞ്ഞു. ആ കൊല്ലം ഒന്നും നോക്കണ്ട, മനസ്സിലായില്ലേ? അത് ഞങ്ങൾ നമ്മുടെ SCT ചെയ്യുന്ന പേഷ്യൻസിന് കൊടുക്കുന്നൊരു ഇതാണ്. അതായത് നമുക്കപ്പോൾ പേഷ്യൻറ്റിനായിട്ടുള്ളൊരു ബോണ്ട് കൂടുതലായിരിക്കും. കുറേ കാലം അവർ മരിക്കുന്നവരാകുമ്പോൾ അങ്ങനത്തെ ഒരു ഇതിൽ അവരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കൂടുതൽ നമുക്ക് കിട്ടുകയും ചെയ്യും. പിന്നെ നമുക്ക് നമ്മളെ ഒരു ഇവാലുവേറ്റ് ചെയ്യാനും പറ്റും, ഓരോ ഓവർ ദ എത്ര ഇയേഴ്സ്
എങ്ങനെ പോകുന്നുണ്ട് എന്നൊക്കെ. സർ ഒരുപാട് കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞു. എനി ലൈക്ക് ലാസ്റ്റ് തിങ് ടു സേ ടു അവർ ഓഡിയൻസ്, അതായത് എന്തെങ്കിലും സാറിന് അതായത് ഓഡിയൻസിനോട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ യൂട്യൂബിലാണെങ്കിലും നമ്മുടെ ഇൻസ്റ്റയിലാണെങ്കിലും കുറേ ഡോക്ടറാണ് എന്ന് വിചാരിച്ച് കുറച്ച് ആൾക്കാർ പറയുന്നുണ്ട്. ആക്ച്വലി ദേ ആർ നോട്ട് ഡോക്ടേഴ്സ്. ഫേക്ക് എന്ന് പറയാൻ പറ്റില്ല, ദേ ആർ ആക്ച്വലി ഇൻഫ്ലുവൻസേഴ്സ്. ബട്ട് ദേ ആർ ആധികാരികമായി അവർക്ക് അറിയാത്ത കാര്യം പറയും, പൊട്ടത്തരങ്ങൾ കുറേ പറയും. ഇതും കേട്ട ആളുകൾ പോയി അയച്ചാൽ. അപ്പോൾ എന്താ വെച്ചാൽ, ഒന്നാമത്തെ കാര്യം, ഏതൊരു ക്ലിനിക്ക് എടുക്കാലും അവിടെ ഈ പറയുന്ന ആളുകളെല്ലാം നോക്കണ്ടത്. ആക്ച്വലി യു ഹാവ് ടു വിസിറ്റ് ദ ക്ലിനിക്, യു ഹാവ് ടു സീ ദ പേഷ്യൻറ്റ്. അവിടെ ചെയ്ത ആളുകളെ നമ്മൾ ഏത് ക്ലിനിക്കിനോടും, ഞങ്ങളെ ക്ലിനിക്കിനോട് ഇപ്പോൾ ചോദിച്ചു നോക്കാം, പ്രീവിയസ് ആളെ നമ്പർ കുറച്ച് എണ്ണം തരുമോ? നമ്മൾ നമ്പർ മാത്രമല്ല അഡ്രസ്സും കൊടുക്കും. അവരോട് ചോദിച്ചു, അത് കൺസെൻറ്റ്, അവരുടെ കൺസെൻറ്റിൽ കേട്ടോ, അത് നമ്മൾ കൊടുക്കും. കാരണം അല്ലാതെ കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാണ്. അവരോട് നമ്മൾ ചോദിക്കും, കൊടുത്തോട്ടെ എന്ന് ചോദിക്കും. അപ്പോൾ അവർ ഓക്കെ പറയണമെങ്കിൽ കൊടുക്കും. ഇവർക്ക് പോയി അന്വേഷിക്കാം, കാരണം അതാണ് വേണ്ടത്. അല്ലാതെ നമുക്കിപ്പോൾ ഏജൻസ് കുറേ ആൾക്കാർ അങ്ങനെ, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാത്ത കുറേ കാര്യങ്ങളുണ്ട്. അതായത് മാസമായിട്ടുള്ള ഒരു ഹിസ്റ്റീരിയ ക്രിയേറ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റും. കുറേ ടീമുകൾക്ക് അവർ അടുപ്പിച്ച് പാറ്റേണിൽ മാനിപ്പുലേറ്റീവ് കമൻസ് ഇടും. അപ്പോൾ അത് കാണുന്ന എല്ലാവരും വിചാരിക്കും, ഓ മോശമാണ്. അങ്ങനെയല്ല വേണ്ടത്. നിങ്ങൾ ആക്ച്വലി അവിടെ ചെയ്ത പേഷ്യൻസ്, അല്ലെങ്കിൽ ആക്ച്വലി അവിടെ ഉള്ള പേഷ്യൻസിനെ ഫോം വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് വേണമെങ്കിൽ പറയാം, എനിക്കെല്ലാം മുടി വന്നു, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഫോട്ടോസ് വെച്ചിരും, അതിലും കാര്യമില്ല. നേരിട്ട് പോയി കാണാം. അത് നേരിട്ട് പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ അയൽപ്പക്കത്തെ ആളോട് ചോദിക്കായിരുന്നു, ഇയാൾക്ക് പണ്ട് മുടി ഉണ്ടായിരുന്നു ചോദിക്കാലോ. അപ്പോൾ നമുക്ക് വിശ്വാസം, ഇപ്പം മുടി ഉണ്ട്, അപ്പോൾ പണ്ട് മുടിയില്ലാത്ത ആളായിരുന്നു, മുടി ഉണ്ട് എന്ന് പറയാറ്. അങ്ങനെ ഇത്. അപ്പോൾ നമ്മൾ ആക്ച്വലി പറയണത് എന്താ വെച്ചാൽ, ഈ ലോ കോസ്റ്റിൽ 8,500 rupees പെർ സെഷൻ, മാക്സിമം 10,000 പെർ സെഷനേ വന്നുള്ളൂ. ഇതിൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ 3 സെഷൻ 8,500 വെച്ചിട്ട് 2 സെഷന് ചാർജ് ചെയ്യുന്നുണ്ട്. 3ാമത്തെ സെഷൻ ഫ്രീ ആണ്. പ്ലസ് റിസൾട്ട് ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക, ഫുൾ റീഫണ്ട് കൊടുക്കുന്നതിന് മുന്നേ ഒരു ഫ്രീ ആയിട്ട് SCT ഒന്ന് ചെയ്ത് കൊടുക്കും. എന്നിട്ടും ഞാൻ പറഞ്ഞില്ലേ 7 to 8 months, എന്നിട്ട് മാറ്റില്ലെങ്കിൽ ഫുള്ളല്ല 85% നമുക്ക് ചിലവായ സാധനങ്ങൾ നീടില്ല പൈസക്ക്. അങ്ങനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത്. ശത്രുക്കൾ കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ. എന്നാലും വളരെ പേഷ്യന്റ് ഫ്രണ്ട്ലി ആണെന്ന് തോന്നുന്നു. പേഷ്യന്റ് ഫ്രണ്ട്ലി ആവാൻ ഞാൻ ശ്രമിക്കാറുണ്ട്, പക്ഷെ കുറച്ചായിട്ട് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ കുറച്ച് പേഷ്യന്റ് ആണ്. ഭയങ്കര തിരക്കാണ്, ഞങ്ങളുടെ ക്ലിനിക്കിൽ ഭയങ്കര തിരക്കാണ്. അതാണ് മെയിൻ പ്രശ്നം. പിന്നെ പേഷ്യൻസ് കംപ്ലൈന്റ് പറയണമെന്ന് വെച്ചാൽ, അവർക്ക് വെയിറ്റിംഗ്, ഇവിടെയൊക്കെ തിരുവനന്തപുരത്തു നിന്നും കോട്ടയം അവിടെ നിന്നൊക്കെ വരുന്ന പേഷ്യൻസ്. ഈവൻ ഞങ്ങൾക്ക് ഇന്ത്യൻ റെസിഡൻസ് അല്ലാത്ത ഫോറിനേഴ്സ് വന്നിട്ടുണ്ട്, ലൈക്ക് മാൽദീവ്സിൽ നിന്ന്. അപ്പോൾ മാൽദീവ്സിന് വന്ന ആളെ രസം എന്താ വെച്ചാൽ, അയാൾ വന്നു, അയാൾക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ എനിക്ക് നോക്കിയിട്ടൊന്നും കാണില്ല. അപ്പം ഞാനത് അയാളോട് പറഞ്ഞപ്പോൾ അയാൾ ആകപ്പാടെ ചൂടായിരുന്നു. പിന്നെ ഞാൻ അയാൾക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ റിസൾട്ട് വന്നാൽ പൈസ തന്നാൽ മതി. കാരണം ഇവിടെ വരെ വന്നതല്ലേ, ചെയ്ത് വെറുതെ വിടാമില്ലല്ലോ. അങ്ങനെ അപ്പോൾ നമ്മൾ അങ്ങനെ, അതായത് നിങ്ങൾക്ക് റിസൾട്ട് വന്നോ? ഇല്ല, അയാൾക്ക് വന്നിട്ടില്ല. പിന്നെ കണ്ടിട്ടില്ല, എന്തായെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. അതങ്ങനെ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പിന്നെ വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം പറയുമ്പോൾ, ഞങ്ങളെ ക്ലിനിക്കിൽ പ്രത്യേകത, എല്ലാ മാസവും ഞങ്ങളിപ്പോൾ തുടങ്ങിയത് ഒരു പേഷ്യൻറ്റിന് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. അതെങ്ങനെ റാൻഡം ആയിട്ട്? അതിനൊരു എഗ്രിമെൻ്റ് ഉണ്ട്. എന്താ എഗ്രിമെൻ്റ് എന്ന് വെച്ചാൽ, ആ പേഷ്യൻറ്റ് അയാളെ ഫേസ് കാണിക്കണം, വീഡിയോസ് എടുക്കാൻ സമ്മതിക്കണം. അതേപോലെ 15 days ആകുമ്പോൾ അയാൾ ഫോട്ടോസ് എനിക്ക് അയച്ചു തരണം, വീഡിയോസ് അയച്ചു തരണം. അത് ഞാൻ പബ്ലിക്കലി പോസ്റ്റ് ചെയ്യും. അത് സമ്മതിക്കുകയാണെങ്കിൽ ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കും. കാരണം 1 മാസം ഒരാൾക്കേ ചെയ്യുള്ളൂ, 1 മാസം ഒരാൾക്ക് ഫ്രീ ആയിട്ട്. അങ്ങനെ ഇപ്പൊ തന്നെ ഫുള്ള് ബുക്ക് ആയിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്കുള്ള ആൾക്കാർ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് ഈ സ്റ്റുഡൻസ് ആണെങ്കിൽ, നേഴ്സസ് ആണെങ്കിൽ, അല്ലെങ്കിൽ ആർമി ഓഫീസേഴ്സ്, അല്ലെങ്കിൽ പട്ടാളക്കാർ, ഇവർക്കൊക്കെയാണ് ഞങ്ങൾ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുക. സെലിബ്രിറ്റീസിനല്ല. ഞങ്ങൾക്ക് സെലിബ്രിറ്റീസ് ഇഷ്ടം പോലെ പേര് വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ കൺസിഡർ ചെയ്യുന്നത്, സെലിബ്രിറ്റീസിനെ വേണമെങ്കിൽ നമുക്ക് പൈസ കൊടുത്തിട്ട് പരസ്യത്തിന് ഉപയോഗിക്കാം, അതിങ്ങനെ ഓക്കെ. പക്ഷെ ട്രീറ്റ്മെന്റ് പറഞ്ഞ് അവർ വായുന്ന ഒരാൾ കേട്ടിട്ട് പോലെ വളരെ കുറവായിരിക്കും, ഇവരാരോടും പറയൂല. അതിനൊക്കെ നല്ലത് സാധാരണക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ ഇവരെല്ലാവരോടും പറഞ്ഞോളൂ, അറ്റ്ലീസ്റ്റ് റിസൾട്ട് ഉണ്ട്. ഓക്കെ. ഓൾസോ വൺ മോർ തിങ് ലാസ്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്, ഒരുപാട് ഹേറ്റ് കമൻസ് അല്ലെങ്കിൽ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള നമ്മൾ കുറേ കാര്യങ്ങൾ, അതായത് ഫേക്കായിട്ട് ആൾക്കാർ പറയുന്നതൊക്കെ കേൾക്കുക, അല്ലെങ്കിൽ എതിരെ പറയുന്നതും കേട്ടിട്ടുണ്ട്. എങ്ങനെയാണ് ഇതിനെ എതിർക്കുന്നത്? ഈ ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ,
ഫേക്ക് ആയിട്ടുള്ള ഒരു കമന്റ് ഞാൻ പറഞ്ഞുതരാം. ഡോക്ടർക്ക് എതിരെ ക്രിമിനൽ കേസ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക? ഫേക്ക് അല്ല, ഫേക്ക് അല്ല, എന്താ വിചാരിക്കുക? പെട്ടെന്ന് ചെറിയൊരു സംശയമാണോ? ടെൻഷനാവും. എന്താണ് കേസ്? എന്താ കേസ് അറിയോ? ഞാൻ 3rd ഇയർ MBBS പഠിക്കുമ്പോൾ ഒരു ഫസ്റ്റ് ഇയർ ജൂനിയറിനെ ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് ഒരു ചെക്കനെ റാഗ് ചെയ്തു. ആ റാഗിങ്ങിൽ റാഗിങ് ഭയങ്കര കേസായിരുന്നു വന്നത്. ആ റാഗിങ്ങിൽ ഞങ്ങൾ കേസായി. ഞങ്ങൾക്ക് അങ്ങനെ അന്ന് സസ്പെൻഷൻ കിട്ടി. ഒരു ദിവസം ജയിലിൽ കിടക്കേണ്ടി വന്നു. അതാണ് കേസ്. പക്ഷെ അത് പറയൂല, ക്രിമിനൽ കേസ് ഉണ്ട് ആ ഡോക്ടർക്ക്. അങ്ങനെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കും എൻ്റെ ഫോനെ ഭയങ്കരമാണ്. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതേപോലെ ഞാൻ എൻ്റെ കാര്യത്തിൽ ഞാൻ പറയും, റീഫണ്ട് എന്ന് പറയുന്നത് ഞാൻ കൊടുക്കുന്നത് വളരെ ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ്. എൻ്റെ കയ്യിൽ നിന്ന് റിസൾട്ട് ഇല്ലാതെ ഒരാൾക്കും റീഫണ്ട് കിട്ടാതിരുന്നിട്ടില്ല. ഇനി ആരെങ്കിലും വന്നിട്ട് റീഫണ്ട് കിട്ടാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് റിസൾട്ട് അറ്റ്ലീസ്റ്റ് കുറച്ചെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ അത്രയും ട്രാൻസ്പാരൻ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ പ്രൊസീജിയർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ സ്റ്റെം സെൽ തെറാപ്പി അല്ല, സ്റ്റെം സെൽ ആക്ടിവേഷനാണ് ചെയ്യുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടൻസ് എന്തൊക്കെയാണ്. കാരണം ഇത്ര ചിന്തിച്ചാൽ മതി. എൻ്റെ അടുത്ത് വന്ന് ഏകദേശം ഒരു 200-250 മുകളിൽ MBBS MD ഉള്ള ഡോക്ടേഴ്സ് വന്ന് ചെയ്തിട്ടുണ്ട് പേഷ്യൻ്റായിട്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് വെരി സീനിയർ ഡോക്ടേഴ്സ്. ഭയങ്കര സീനിയർ കണ്ടു കഴിഞ്ഞാൽ ഞാനിപ്പോൾ എണീച്ചിക്കേണ്ട ടൈപ്പ് ഓഫ് സീനിയേഴ്സ്, HODs ഒക്കെ വന്ന് ചെയ്തിട്ടുണ്ട്. ഇവരെക്കാളും ബുദ്ധി ഉണ്ടാവുമോ ഈ പറയുന്ന ഫേക്ക് കമൻസ് ഇടുന്ന ആൾക്കാർക്ക്? ഇല്ലല്ലോ. They are the experts in this field and they came to me for treatment and they are very much satisfied. And also like ഒരു കളക്ടർ ഒരു സ്ഥലത്തേക്ക് പോവുക, അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ സെക്രട്ടറി ഒരു സ്ഥലത്തേക്ക് ട്രീറ്റ്മെൻറ്റ് പോകുക, ഒന്നും അന്വേഷിക്കാതെ പോകുന്നു തോന്നുന്നുണ്ടോ? ഇല്ല. ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് അതാണ് എന്ന് പറഞ്ഞ് ഡയറക്റ്റ് പറ്റില്ല. അവർ ജസ്റ്റ് അതിനെ പറ്റിയ എല്ലാം അന്വേഷിച്ചിട്ടേ പോകുള്ളൂ. കാരണം തലയാണ്, ബേസിക്കലി തലയാണ്, തല കൊടുക്കുന്ന കേസാണ്. അങ്ങനെ പിന്നെ മെയിനായിട്ട് പറയുകയാണെങ്കിൽ അതുകൊണ്ട് എല്ലാ കാര്യത്തിലും നമ്മൾ കുറച്ച് ജെന്യുവനായിട്ടുള്ള ആളുകളെ മാത്രം അഭിപ്രായം കേൾക്കുക. ഈ പേര് പോലും ഇല്ലാത്ത ആളുകളാണ് യൂട്യൂബിൽ വന്ന് കമൻറ്റ് ഇടുന്നത്. പേരുള്ള ആളുകളെ നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു കമൻറ്റ് ആരെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചോദിക്കേണ്ടത് ചേട്ടാ നമ്പർ ഒന്ന് തരുമെന്നാണ്. എന്നിട്ട് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് അഡ്രസ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു വീഡിയോ കോൾ ചെയ്തോട്ടെ എന്ന് ചോദിക്കാം. ചേട്ടന് റിസൾട്ട് ഇല്ല എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ ചോദിക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇവരുടെ വീഡിയോസിലൊക്കെ ചില ആളുകളുടെ വീഡിയോസിൽ ഈ ഹെയ്റ്റ് കമൻസ് ഡീലാബ് പോയി എനിക്ക് റീഫണ്ട് കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അവരോട് ഞാൻ എപ്പോഴും പറയും, നിങ്ങളിപ്പോൾ ഈ ഇട്ട സമയത്ത് തന്നെ നിങ്ങൾ വരികയാണെങ്കിൽ 17 നിങ്ങൾ ചിലവാക്കിയിട്ടുണ്ടെങ്കിൽ 20 തരാൻ റെഡിയാണ്, എടുത്ത് പോയിക്കോളൂ. പക്ഷെ ഒരാൾ വരില്ല. അതെന്തുകൊണ്ടാണ്? അതാ ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ട് അവർ വരുന്നില്ല പൈസ വാങ്ങാൻ? എന്നാൽ പിന്നെ വന്നില്ല, റിസൾട്ട് വന്നില്ല, അവർ പൈസ പോയി എന്ന് പറയുന്നുണ്ട്. പക്ഷെ വന്ന് പൈസ വാങ്ങണ്ടേ? അങ്ങനെ ഒരു 3-4 പേരുണ്ട്. അതൊരു അജണ്ട ക്രിയേഷൻ. ഡെഫിനറ്റ്ലി ഞാനിതൊക്കെ മീൻസ് മുന്നിൽ കണ്ടു തന്നെയാണ് ഇതിൽ ഇറങ്ങിയത്. കാരണം വെച്ചാൽ ദിസ് ഈസ് വെരി പല ക്ലിനിക്കുകളും ഗുണ്ടകളെ വരെ വിട്ടിട്ട് തീരുമാനമാക്കുന്ന കേസുകൾ വരെ ഉണ്ട് അങ്ങനത്തെ. അതുകൊണ്ട് നമുക്ക് ഒരു ഭയങ്കര ഒരു എന്താ പറയാ വല്ലാത്തൊരു മാർക്കറ്റാണിത്. പക്ഷേ മോണോപ്പൊളി ആയിട്ട് നിൽക്കുകയാണ് നമ്മൾ കാണുന്നത്. അവർക്ക് നിങ്ങൾ ആലോചിച്ചാൽ മതി, ഏകദേശം ഞങ്ങൾക്ക് ഒരു മാസം ഇത് ചെയ്യാൻ, ഈ ട്രീറ്റ്മെന്റ് ചെയ്യാൻ 300 to 400 പേഷ്യൻസ് ഒരു മാസം വരും വിത്ത് റെക്കോർഡ് ചേമ്പറിന്. ഈ 300 to 400 പേഷ്യൻസിൽ ഒരു 100 പേഷ്യൻസ് ചിലപ്പോൾ ട്രാൻസ്പ്ലാന്റ് ചിന്തിച്ചിരിക്കുന്നതായിരിക്കും. അത് മാറ്റിയിട്ടാണ് അവർ ഇതിന് വരുന്നത്. ഒരു ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ മിനിമം ഒന്ന് കൺസിഡർ ചെയ്യുക 1 ലക്ഷം ആവുമെന്ന്, 70,000 കൂട്ടിക്കോ. അപ്പോൾ ഈ 100 ആൾക്കാർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ എത്രയാവും? 7 കോടി രൂപയും. ആ 7 കോടിയാണ് മാസം ഇവർക്ക് നഷ്ടപ്പെടുന്നത്. ആലോചിക്കുമ്പോൾ എന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ടാവും. എന്തായാലും അങ്ങനെയാണ്. അതാണ് എൻ്റെ ഒരു ഇത്. മനസ്സിലായില്ലേ?